നമസ്കാരം. ലൂക്ക മോഡ്രിച്ചിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആശ്വസിപ്പിക്കുകയാണ്. പോർച്ചുഗലിനോട് ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നോക്കൗട്ട് മത്സരത്തിൽ പരാജയപ്പെട്ട് 2-1 പരാജയപ്പെട്ട് പിൻവാങ്ങുമ്പോൾ തൻ്റെ അവസാനത്തെ മത്സരം ഗംഭീരമായി കളിച്ചു എങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകാതെ പരാജയപ്പെട്ട് പോകുന്ന ക്രൊയേഷ്യയുടെ എക്കാലത്തെയും മഹാനായ ഫുട്ബോളർ ലൂക്ക മോഡ്രിച്ച് യാത്ര പറയുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം നിരാശനായി നിൽക്കുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിവ് പോലെ നിറയെ ചിരിയായിരുന്നു. അവസാന നിമിഷം ഒരു ഡ്രോയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് അത് ഓഫ് സൈഡായി പോയെങ്കിലും ആ ഗോളിലേക്ക് 2-2 എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ച സമയത്ത് ലൂക്ക മോഡ്രിച്ചിൻ്റെ മുഖത്ത് വലിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് അത് ഓഫ് സൈഡാണ്, ആ ഗോൾ നിഷേധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. അതായത് വളരെ നമ്മൾ ലോകത്ത് ഈ കായിക താരങ്ങളിൽ നമ്മൾ അസാധാരണമായി കാണുന്ന ചില പ്രത്യേകതരം സ്വീകരിക്കേണ്ട സ്പോർട്സ്മാൻ സ്പിരിറ്റുകളിൽ ഒന്നാണ് ലൂക്ക മോഡ്രിച്ചിൻ്റേത്. നമുക്കറിയാം, നേരത്തെ ഈ ക്രൊയേഷ്യയെ അതിൻ്റെ ഏറ്റവും മികച്ച കാലത്ത് ഫുട്ബോളിനെ നയിച്ച ആളാണ് അദ്ദേഹം. 98-ൽ പരാജയപ്പെട്ട് 3-ാം സ്ഥാനത്ത് എത്തിയ അന്ന് നമുക്ക് സുക്കേറിൻ്റെ ഈ കറുത്ത കുതിരകൾ എന്നൊക്കെ ക്രൊയേഷ്യയെ നമ്മൾ വാഴ്ത്തിയ കാലമുണ്ടായിരുന്നു. നമ്മളൊക്കെ ലോകകപ്പ് ഫുട്ബോൾ കണ്ടു തുടങ്ങി ആവേശത്തിലായ ഒരു കാലത്ത്. പിന്നീട് അവർ ഫൈനലിൽ എത്തുന്നുണ്ട്. ഫ്രാൻസിനോട് തോറ്റ് ഫൈനലിൽ ഫ്രാൻസ് ചാമ്പ്യൻ ആവുന്ന ഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഘട്ടമുണ്ട്. ഖത്തറിൽ വെച്ച് 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഘട്ടമുണ്ട് കഴിഞ്ഞ ലോകകപ്പിൽ. അവിടെയൊക്കെ ഈ ആദ്യത്തെ സുക്കേറിൻ്റെ യുഗത്തിന് ശേഷം ക്രൊയേഷ്യയെ ഫൈനൽ വരെ എത്തിച്ച അസാധാരണമായ മഹാ ഫുട്ബോളറാണ് അവരെ സംബന്ധിച്ച് ലൂക്ക മോഡ്രിച്ച്. കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ നമ്മൾ മെസ്സിയും മോഡ്രിച്ചും റൊണാൾഡോ ഒക്കെ അവസാനിച്ചു എന്ന് കരുതിയതാണ്. ലോകകപ്പിൽ അവരുടെ കരിയർ തീർന്നു എന്ന് കരുതിയതാണ്. പക്ഷേ അവർക്ക് അതിജീവിക്കാൻ അവരൊക്കെ തന്നെ വേണമായിരുന്നു എന്നുള്ളൊരു കാലം ആണ് ഇപ്പോൾ ഉള്ളത്. ഈ ലോകകപ്പിലും ലൂക്ക മോഡ്രിച്ച് തിരിച്ച് അവർക്ക് വേണ്ടി വന്നു. ഇനിയൊരു ലോകകപ്പ് ഒരുപക്ഷെ ഉണ്ടാകുകയില്ല. അതിൻ്റെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കളി ഈ കളിയോടുകൂടി അവസാനിച്ചു. പോർച്ചുഗലിനോട് 2-1 പരാജയപ്പെട്ട് മടങ്ങുമ്പോഴും തല ഉയർത്തി തന്നെ ക്രൊയേഷ്യക്കാർ മടങ്ങാണ്. ഗംഭീരമായ കളിയായിരുന്നു. ആ കളിയെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. മോഡ്രിച്ചിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം പല വിധത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തായിരിക്കാം. എന്തായാലും ഇന്നത്തെ കളി ഒരുപക്ഷെ കളിയുടെ തുടക്കത്തിൽ പോർച്ചുഗൽ പഴയ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ആർജിക്കാൻ കഴിയുന്ന ഒരുമ എടുത്താൽ ഗംഭീരമായൊരു ടീമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ്. പക്ഷേ അവർ കഴിഞ്ഞ ആദ്യഘട്ട മത്സരത്തിൽ 2 മത്സരത്തിലും വളരെ വലിയ പിഴവുകൾ വരുത്തുകയായിരുന്നു. എന്നാൽ അവരുടെ യഥാർത്ഥ പെർഫോമൻസ് എടുത്ത മത്സരം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ കളിയുടെ തുടക്കത്തിൽ ആ ഒരു ഒരുമ കാണിച്ചിരുന്നു. ക്രൊയേഷ്യ ചിത്രത്തിലേ ഇല്ല, ക്രൊയേഷ്യയുടെ നിഴലാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോയിരുന്നു. എന്നാൽ അവർക്ക് ഫിനിഷിങ്ങിലേക്ക് പരിമിതി ഉണ്ടായിരുന്നു. ക്രൊയേഷ്യയുടെ ഡിഫൻസും അല്ലെങ്കിൽ അവരുടെ ഗോളിയും ഗംഭീരമായി പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ക്രൊയേഷ്യ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉഗ്രൻ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കും എന്ന് തോന്നിപ്പിച്ച ഘട്ടമുണ്ട്. അങ്ങനെ തുടർച്ചയായി ക്രൊയേഷ്യ അവരുടെ പ്രതിഭ പുറത്തെടുത്ത് ഇവർക്ക് പോർച്ചുഗൽ എല്ലാ തലത്തിലും മികവ് പുലർത്തുമ്പോൾ തന്നെ ക്രൊയേഷ്യ കിട്ടുന്ന അവസരങ്ങളൊക്കെ പുറത്തെടുത്തൊരു ചാമ്പ്യൻ ടീമിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ ഗോൾ വീഴുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ക്രൊയേഷ്യയുടെ പെരിസിച്ചിൻ്റെ ആദ്യത്തെ ഗോൾ വീണതോടുകൂടി ക്രൊയേഷ്യക്കൊരു ജയത്തിനുള്ള ചാൻസ് ഉണ്ടായി. പോർച്ചുഗൽ ചിഹ്ന ഭിന്നമാകുമോ എന്ന തോന്നലും ഉണ്ടായി. എന്നാൽ പോർച്ചുഗലിന് പിന്നീട് ഒരു പെനാൽറ്റി കിട്ടുകയാണ്. ആ പെനാൽറ്റിയിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ലക്ഷ്യത്തിലെത്തിക്കുകയും സമനിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതോടുകൂടി വല്ലാത്തൊരു കളി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പോർച്ചുഗലിന് അപ്പോഴും മേധാവിത്വമുണ്ട് എങ്കിലും കളി ജയിക്കുമെന്ന തോന്നലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 53-ാം മിനിറ്റിലെ പെരിസിച്ചിൻ്റെ ഗോളും 63-ാം മിനിറ്റിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളും ആയതോടുകൂടി കളി എങ്ങനെയും മാറാം എന്ന നിലയിലേക്ക് എത്തി. കാരണം ക്രൊയേഷ്യ ഏത് ഘട്ടത്തിലും തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ടീമാണെന്ന് ആ സമയത്തിനിടയിൽ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം 2-ാം പകുതിയും തീരും എന്ന ഘട്ടത്തിൽ വരെ എത്തി. ഇത് നീണ്ടുപോകുമെന്ന് തോന്നലുണ്ടായപ്പോഴാണ് പോർച്ചുഗലിൻ്റെ ഗോൺസാലോ റാമോസിൻ്റെ ഗോൾ വരുന്നത്. അതിനു മുമ്പ് നാടകീയമായ സംഭവങ്ങളുണ്ടായി. ക്രൊയേഷ്യ ഈ മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പോർച്ചുഗലിന് തിരിച്ചറിഞ്ഞു. മാർട്ടിനസ് അവരുടെ കോച്ച് കളിയിൽ നിന്ന് നേരത്തെ ഉള്ള കളികളിൽ ഉണ്ടായ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല, ക്രിസ്ത്യാനോയെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം പിൻവലിക്കുന്നുണ്ട്. പിൻവലിച്ച ഘട്ടത്തിൽ ക്രിസ്ത്യാനോയുടെ മുഖത്ത് അനിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ജയിപ്പിക്കാം, ഞാൻ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആയിരിക്കാം ചിന്തിച്ചത്. എന്തായാലും ക്രിസ്ത്യാനോ പിൻവലിച്ച സമയത്ത് ഒരുപക്ഷെ പഴയ വിമർശകർ
പരിശീലകരൊക്കെ കൂടി എന്തിനാണ് അയാൾ പിൻവലിച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം ഒരു സമനില ഘട്ടമാണല്ലോ, ഒരു ഫിനിഷിങ്ങിന് ഒരാളോട് വേണമല്ലോ. പക്ഷേ ഗോൺസാലോ റാമോസിനെ ഇറക്കി അദ്ദേഹം കളിക്കളത്തിൽ വന്നതിൻ്റെ ഗുണം പിന്നീടുണ്ടായി. അദ്ദേഹം ആ ഒരു ഗോള്, ലീഡ് നേടിയ ഗോള്, ഒരു ഗംഭീര ഗോളായിരുന്നു, ഹെഡറിലൂടെയുള്ള ഒരു ഗോള് നേടി. അതോടുകൂടി പോർച്ചുഗൽ മുന്നിലെത്തി. ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ മാർട്ടിനസ് പിഴവുകൾ തിരുത്തി എന്ന് വേണമെങ്കിൽ ഈ കളിയിൽ നമുക്ക് പറയാം. കഴിഞ്ഞ കളികളിൽ പോർച്ചുഗലിന് വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലൊക്കെ ഈ മുഴുവൻ സമയം ക്രിസ്ത്യാനോയെ അവിടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് വലിയ വിമർശനം ഉണ്ടാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്തവണ അത് തിരുത്തി അദ്ദേഹം, അതിൻ്റെ റിസൾട്ടും ഉണ്ടായി. ഗോൺസാലോ റാമോസിൻ്റെ ആ ഗോളിലൂടെ, ഈ പകരക്കാരനായി ഇറങ്ങിയ ആളിലെ ആ ഗോളിലൂടെ പോർച്ചുഗൽ മുന്നിലെത്തി. ആ ഒരു രീതി പോർച്ചുഗലിന് യഥാർത്ഥത്തിൽ നിരവധി പ്രതിഭകൾ ബെഞ്ചിലുമുണ്ട്. ഒരു ഗംഭീര ടീമാണ് ഇത്തവണ പോർച്ചുഗൽ വന്നിട്ടുള്ളത്. ക്രിസ്ത്യാനോയെ കേന്ദ്രീകരിച്ച് മാത്രം പോകേണ്ട ഒരു ടീമുമല്ല അത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ തിരുത്തലുകളൊക്കെ നമ്മൾ കണ്ടു. റാമോസിൻ്റെ ഗോളിലൂടെ അങ്ങനെ സമനില മറികടന്ന് 2-1 മുന്നിലെത്തി. ക്രൊയേഷ്യക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. പക്ഷേ അപ്പോൾ പ്രതീക്ഷയുടെ അവസാനത്തെ ഒരു നിമിഷം സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതും ഗുണഫലം ഉണ്ടാക്കിയില്ല എങ്കിലും അവസാനം ഗോൾ വില കുലുക്കി. ആ ഗോള് ആയിരുന്നെങ്കിൽ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയേനെ, ചരിത്രം മറ്റൊന്നായേനെ എന്നുള്ള ഒരു വസ്തുത ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓഫ് സൈഡായി പോയി. ചെറിയൊരു വ്യത്യാസത്തിൽ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വലിയ തോതിൽ മാറിയല്ലോ. അപ്പോൾ ഏത് പിഴവും കണ്ടെത്തുന്ന തരത്തിലേക്ക് പോയി. അതുകൊണ്ട് ഓഫ് സൈഡ് കൃത്യമായി പിടിച്ചു. ആ ഗോളല്ല എന്ന് മനസ്സിലാക്കുകയും 2-1 പോർച്ചുഗൽ ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത വിധം ലൂക്ക മോഡ്രിച്ചും മടങ്ങി, ആ സംഘവും മടങ്ങി. പോർച്ചുഗൽ ഇനി പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് നേരിടാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത്. ഈ കളിയിൽ ആകെ മികച്ച പ്രകടനം എടുത്ത 2 പേര് പ്രത്യേകമുണ്ട്, 2 ഗോളികളാണ്. ക്രൊയേഷ്യയുടെ ലിവാക്കോവിച്ചും പോർച്ചുഗലിൻ്റെ ഡീഗോ കോസ്റ്റയും അവരുടേതായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ ഈ കളി മറ്റൊന്നാകുമായിരുന്നു. നിർണായകമായ ഘട്ടങ്ങളിൽ 2 പേരും അവരുടേതായ പങ്കുവഹിച്ചു. പ്രത്യേകിച്ചും പോർച്ചുഗലിൻ്റെ ഗോളി അത്തരത്തിലുള്ള പങ്കുവഹിച്ചു. ആദ്യഘട്ടത്തിലൊക്കെ ലിവാക്കോവിച്ചിൻ്റെ പ്രതിരോധമില്ലെങ്കിൽ ക്രൊയേഷ്യ ആദ്യം തന്നെ തകർന്ന് വീണേനെ. എന്തായാലും ഈ കളിയുടെ ഒടുക്കം സ്വാഭാവികമായി കണക്കുകളുടെ തുടർച്ചയായിട്ട് തന്നെ പോർച്ചുഗൽ വിജയിക്കുന്ന റിസൾട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ കളിയുടെ മേൽക്കൈ, ഏതൊക്കെ മട്ടിലാണ് എന്നുകൂടി നമുക്ക് നോക്കാം. ടീം സ്റ്റാറ്റസിൽ ഷോട്ട്സ് 15 ഷോട്ട്സാണ് പോർച്ചുഗൽ അടിച്ചത്, 13 ക്രൊയേഷ്യ അടിച്ചത്. ഷോട്ട്സ് ഓൺ ടാർജറ്റ് 3 ആയിരുന്നു പോർച്ചുഗലിൻ്റേത്. 7 ടാർജറ്റുകളിലേക്കുള്ള അടികളാണ് ക്രൊയേഷ്യ അടിച്ചത്. അതായത് അത്തരത്തിലുള്ള കളി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പിഴവ് വരുത്താത്ത വിധം അവർക്ക് അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രമം ക്രൊയേഷ്യ മാക്സിമം നടത്തിയിരുന്നു. അതിൻ്റെ റിസൾട്ടായിരുന്നു ആദ്യം അവർ മുന്നിലേക്ക് പോയത്. പക്ഷേ പോർച്ചുഗൽ തിരിച്ച് കയറി വരികയായിരുന്നു. പൊസഷൻസ് 62% പോർച്ചുഗൽ, 38% മാത്രമാണ് ക്രൊയേഷ്യ ഉണ്ടായിരുന്നത്. 542 പാസുകൾ പോർച്ചുഗലിൻ്റെ കയ്യിൽ, 384 ക്രൊയേഷ്യക്ക്. 92% പാസ് അക്യുറസി പോർച്ചുഗലിന്, 85% മാത്രമാണ് ക്രൊയേഷ്യക്ക്. 6 ഫൗൾസ് പോർച്ചുഗൽ, 11 ഫൗൾസ് ക്രൊയേഷ്യ. യെല്ലോ കാർഡ് 1 ആണ് പോർച്ചുഗലിന്, 2 ക്രൊയേഷ്യക്കും കിട്ടി. റെഡ് കാർഡുകൾ ഉണ്ടായില്ല. ഓഫ് സൈഡ് 1 പോർച്ചുഗലിന്, 4 ക്രൊയേഷ്യക്ക്. അതിലൊന്നൊരു അവസാന നിമിഷത്തെ ഗോളുമായിരുന്നു. കോർണറുകൾ 9 പോർച്ചുഗലിന്, 5 ക്രൊയേഷ്യക്കും കിട്ടി. എന്തായാലും കളിയുടെ മൊത്തത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള മേൽക്കൈ പോർച്ചുഗലിന് ഉണ്ട് എങ്കിലും ഈ കളിയിൽ ക്രൊയേഷ്യ അസാധാരണമായ പ്രകടനം നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നടത്തിയത് ഈ കളിയെ ഗംഭീരമാക്കി, മനോഹരമാക്കി എന്നുള്ളതാണ്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് അവർ ഒരു ഗോളിന് മുന്നിലേക്ക് നിന്നത്. പ്രതിഭകളുടെ ഒരു ഇടപെടൽ എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഫിനിഷിംഗ്, പ്രത്യേക സമയം ഉപയോഗിക്കുക, അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഈ മാച്ച് ആസ്വാദ്യമാക്കിയതിൽ ക്രൊയേഷ്യയുടെ പ്രകടനം മികച്ചതായിരുന്നു. അത് എല്ലാവരും, ലാക്കോവിച്ച് എന്ന ഗോളി മുതൽ പെരിസിച്ചും ലൂക്ക മോഡ്രിച്ചും വരെയുള്ള ആളുകളുടെ ഈ കളി നമുക്ക് മറക്കാൻ കഴിയില്ല. ലൂക്ക മോഡ്രിച്ച് ഈ കളിയിൽ തോറ്റു മടങ്ങുമ്പോഴും ക്രൊയേഷ്യയുടെ എക്കാലത്തെയും മഹാനായ ഫുട്ബോളറായി അദ്ദേഹത്തിൻ്റെ പേര് അവിടെ രേഖപ്പെടുത്തും. റൊണാൾഡോയുമായി, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും മോഡ്രിച്ചിൻ്റെയും അവസാന കളികളിൽ, അവസാന വേൾഡ് കപ്പാണിത്, അതിൽ തന്നെ മോഡ്രിച്ചിൻ്റെ അവസാനത്തെ കളി ഇനി സ്പെയിനിനോട് നേരിട്ട് പോർച്ചുഗൽ, ക്രിസ്ത്യാനോ അവരുടെ ചരിത്രം എങ്ങനെ നിശ്ചയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.